നമസ്കാരം. കഥാസരിത് സാഗരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ഋഷിപ്രോക്തം ചാനലിലും തീർത്ഥയാത്ര എന്ന ചാനലിലും ഒക്കെ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. അതേപോലെ തന്നെ ഈ കഥാസരിത് സാഗരം എന്ന കഥകൾ പറയുന്ന ഈ ചാനൽ കൂടി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് രാമായണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. കിരീടത്തിന്റെ അഹങ്കാരം എന്നാണ് ഇന്നത്തെ കഥയുടെ പേര്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന കഥകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം. കിരീടത്തിന്റെ അഹങ്കാരം വളരെയേറെ മൂല്യവത്തായിട്ടുള്ള ആശയം ഈ കഥയിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കഥയാണ്. ഒരു കുസുമതളം പോലെ മൃദുലവും സുന്ദരവും കൽക്കണ്ട ചീട് പോലെ മധുരതരവുമാണ് നമ്മളുടെ പുരാണ കഥകൾ. രാമായണ നദിയാകുന്ന പുളിനത്തിലൂടെ നമുക്ക് ഈ കഥാരസത്തെ നുകർന്നുകൊണ്ട് ഒഴുകിപ്പോകാം. ഇതിന്റെ മൂല്യത്തെ നമുക്ക് ഒന്ന് ആസ്വദിക്കാം. ഒരു ദിവസം സാക്ഷാൽ മഹാവിഷ്ണു തന്റെ പാതകങ്ങൾ പള്ളിയറയിൽ വെച്ചുകൊണ്ട് ശയിക്കാൻ തുടങ്ങി. എന്നാൽ പുറത്തു നിർത്തേണ്ട പാതകങ്ങളെ പള്ളിയറയിൽ വെച്ചത് ഭഗവാന്റെ കിരീടത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കിരീടം പാതകങ്ങളോട് ഇപ്രകാരം പറയുകയുണ്ടായി: എടോ, എന്റെ നിലയും വിലയും നിനക്കറിയില്ലേ? ഞാൻ ഭഗവാന്റെ ശിരസിനെ അലങ്കരിക്കുന്നവനാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് കയറിയിരിക്കാൻ നിനക്കെന്താണ് യോഗ്യത? ഭഗവാന് ഒരു അബദ്ധം വിളഞ്ഞതാകാം. അതുകൊണ്ട് നീ ഇവിടുന്ന് മാറിയിരിക്കേണ്ടതാണ്. ഓരോരുത്തരും ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിക്കണം. വേഗം തന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകൂ എന്ന് കിരീടം പാതകത്തോടായിട്ട് ആവശ്യപ്പെട്ടു. കിരീടത്തിന്റെ ഈ അവഹേളനം കേട്ടുകൊണ്ട് പാതകം പറയുകയുണ്ടായി. പാതകം ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കിരീടമേ, നീ ഇപ്രകാരം സംസാരിക്കരുത്. ഞങ്ങൾ ഭഗവാന്റെ പാദങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഭക്തന്മാർ ഭഗവാന്റെ കിരീടം നോക്കിയല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചല്ലേ സങ്കടങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള പാദങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കരുത്, ഈ വിധത്തിൽ അപമാനിക്കരുത്. ഇത്തരത്തിൽ കിരീടത്തിന്റെ അധിക്ഷേപവും പാതകത്തിന്റെ സങ്കടത്തോടെയുള്ള മറുപടിയും ഒക്കെ കേട്ടപ്പോൾ ഭഗവാന്റെ ശംഖും ചക്രവും അവരുടേതായിട്ടുള്ള ഭാഗം ചേരുകയുണ്ടായി. കിരീടത്തിന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുകയുണ്ടായി. ഭഗവാന്റെ ശംഖും ചക്രവും ഒന്നിച്ച് പാതകത്തെ കിരീടത്തോടൊപ്പം നിന്ന് അധിക്ഷേപിച്ചു. ഈ അധിക്ഷേപങ്ങളിൽ മനം നൊന്ത് പാതകങ്ങൾ ഭഗവാന്റെ സമീപം ചെന്ന് സങ്കടം അവതരിപ്പിച്ചു. അവരുടെ സങ്കടങ്ങൾ കേട്ട് ഭഗവാൻ ഇപ്രകാരം പറയുകയുണ്ടായി: അല്ലയോ പാതകങ്ങളെ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. നിങ്ങൾക്കും ഒരു നല്ല കാലം വരും. ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമനായി ഭൂമിയിൽ അവതാരമെടുക്കും. അപ്പോൾ നിങ്ങളെ നിന്ദിച്ച കിരീടം 14 വർഷം പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിങ്ങളുടെ താഴെ നിങ്ങളുടെ പാദത്തിൽ എന്ന പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. മാത്രവുമല്ല, നിങ്ങളെ അധിക്ഷേപിച്ച ശംഖും ചക്രവും നിങ്ങളെ ആ സമയത്ത് പൂജിക്കുകയും ചെയ്യും. ഇപ്രകാരം ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് സംഭവിച്ചു. ഭൂമിയിൽ ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തു. ഈ സമയം ഭരതനും ശത്രുഘ്നനുമായി അവതരിച്ചത് ശംഖും ചക്രവുമാണ്. ശ്രീരാമൻ 14 വർഷം വനവാസത്തിനായി യാത്രയായി. ഈ സമയം ശ്രീരാമസ്വാമിയുടെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് ഭരതനും ശത്രുഘ്നനും രാജ്യം ഭരിച്ചത്. നിത്യം ഭരതനും ശത്രുഘ്നനും പാദകങ്ങളെ പൂജിച്ചാണ് രാജ്യകാര്യങ്ങളിൽ മുഴുകിയത്. ഈ സമയം സിംഹാസനത്തിന്റെ കീഴിൽ ഒരു പീഠത്തിലാണ് കിരീടം വെച്ചിരുന്നത്. ശരിക്കും പാദകങ്ങൾക്ക് പാദസേവ ചെയ്യുന്നത് പോലെയാണ് കിരീടം അവിടെ ഇരുന്നത്. ആരും ചെറുതല്ല, എല്ലാവർക്കും ഒരു നല്ല കാലം വരും. എന്നെങ്കിലും നമ്മളുടെ സമയവും മാറും, നല്ല കാലം വരും എന്നുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു തത്വത്തെയാണ് ഈ കഥയിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനുള്ളത്. നമ്മളുടെ പുരാണ കഥകളെല്ലാം തന്നെ വളരെയേറെ മൂല്യവത്താണ്, വളരെയേറെ അർത്ഥവത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.